കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. ഉരുവച്ചാൽ സ്വദേശി പ്രവീണയാണ് മരിച്ചത്. സുഹൃത്തായ പെരുവളത്തുപറമ്പ് സ്വദേശി ജിജേഷാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് അരുൺ, വിവരങ്ങൾ. അരുൺ. റീജിത്ത്, ഗുരുതരമായി പൊള്ളലേറ്റ ഉരുവച്ചാൽ സ്വദേശി പ്രവീണ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത്. ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. കുറ്റ്യാട്ടൂരിലെ പ്രവീണയുടെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. അവിടെ ഉച്ചയ്ക്ക് 2 മണിയോടെ ഈ പെരുവളത്തുപറമ്പ് സ്വദേശിയായിട്ടുള്ള ജിജേഷ്, ഈ പ്രവീണയുടെ സുഹൃത്താണ് ജിജേഷ് അവിടെ എത്തി. ഈ വീടിന് പിൻവശത്ത് നിന്നും പ്രവീണയെ വിളിച്ചു വരുത്തി അവിടുന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അതിനുശേഷമാണ് തീ കൊളുത്തി തീ ആളുന്ന ഘട്ടത്തിൽ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു. ജിജേഷും ഇപ്പോൾ ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെ ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ പ്രവീണ മരിച്ചിട്ടുള്ളത്. ഇരുവരും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ അടുത്ത കാലത്തായി ഇവരുടെ സൗഹൃദത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ സംഭവം എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്താണ് അതിൽ കൂടുതൽ കൃത്യമായ കാരണം എന്നതിനെ സംബന്ധിച്ചൊക്കെ പോലീസിന്റെ അന്വേഷണം എന്തായാലും നടന്നു വരികയാണ്. ഇപ്പോൾ എന്തായാലും ഈ പ്രവീണ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇവരുടെ സൗഹൃദത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇയാൾ ഇത്തരം ഒരു കുറ്റകൃത്യത്തിലേക്ക്, ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നത്. പോലീസ് അതിന്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന പ്രവീണയെ ഉച്ചയോടെ അവിടെ എത്തി വീട്ടിൽ നിന്നും പിൻവശത്തേക്ക് വിളിച്ച് അവിടെ വെച്ചാണ് ഈ പെട്രോൾ ഒഴിച്ച് ഈ ജിജേഷ് തീ കൊളുത്തിയത്. ജിജേഷും ഇപ്പോൾ ഗുരുതരമായി പൊള്ളലേറ്റ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അരുൺ, ഈ ആക്രമണത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ. എങ്കിലും നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തുന്നുണ്ടോ? ഈ ജിജേഷിന്റെ പശ്ചാത്തലം എന്താണ്? പോലീസ് എന്തെങ്കിലും കൂടുതലായി വിശദീകരിക്കുന്നുണ്ടോ? അരുൺ പൂപ്പറമ്പ്. റീജിത്ത്, ഇവർ സഹപാഠികളായിരുന്നു. അതിനുശേഷം ആ സൗഹൃദം തുടർന്നു. ഇവർ രണ്ടുപേരും പെരുവളത്തുപറമ്പ് സ്വദേശികളാണ്. ഇപ്പോൾ പ്രവീണ കഴിയുന്നത് ഈ കുറ്റ്യാട്ടൂരിലെ ഈ ഭർത്താവിന്റെ വീട്ടിലാണ്. പക്ഷെ അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയുന്നവരാണ്. ഈ വിവാഹത്തിന് ശേഷവും ആ സൗഹൃദം തുടർന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ അടുത്തായി ഈ സൗഹൃദത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ബന്ധുക്കൾക്കാർക്കും ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ പ്രവീണയുടെയോ ജിജേഷിന്റെയോ ബന്ധുക്കൾക്ക് അതിനെ സംബന്ധിച്ചൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. പോലീസ് ഇന്നലെ മൊഴിയെടുത്ത ഘട്ടത്തിലും ഈ ജിജേഷിനെ കണ്ട പരിചയം പോലും ഇല്ല എന്നതാണ് ഈ പ്രവീണയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. അതായത് ഭർത്താവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ ഇവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദത്തിൽ ഈ അടുത്തായി ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരുന്നു. അതാണ് ഈ കൊലപാതകത്തിലേക്ക്, പ്രവീണയെ കൊലപ്പെടുത്താൻ ഇയാൾ തീരുമാനിക്കാൻ കാരണം എന്നതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഒരു നിഗമനമായി കണ്ടെത്തിയിട്ടുള്ളത്. അരുൺ, ഈ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു. അയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ അരുൺ പൂപ്പറമ്പ? ജിജേഷിന്റെയും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ തീ കൊളുത്തിയ ഘട്ടത്തിൽ ഈ പെട്രോൾ ആയതുകൊണ്ട് തന്നെ തീ ആളിക്കത്തി. അങ്ങനെയാണ് അതിനിടെ ജിജേഷിനും പൊള്ളലേറ്റത്. ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. പരിയാരത്ത് തന്നെയാണ് ചികിത്സയിൽ തുടരുന്നത്. ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.